ഞാനിങ്ങനെ തുള്ളി കളിക്കുന്ന വേറെ ഒന്നല്ല കേട്ടാ. ഇന്ന് നമുക്ക് പാൽക്കപ്പ ഉണ്ടാക്കാന്ന് പറഞ്ഞതിന്റെ സന്തോഷമാണ് ഗൈസ്. ഈ പിന്നെ ആ മരക്ക് ഇങ്ങനെ ഞാൻ മുറിച്ച് ഇതുപോലെ ആക്കി എടുത്തിട്ട് അസ്തഗ്ഫിറുല്ലാ നോമ്പ് ശംഖ് നോമ്പില്ല കേട്ടാ. അതുകൊണ്ട് ഞാൻ തിന്നോണ്ടിരിക്കും. പച്ചമുളക് ബാക്കി എന്ത് കട്ട് ചെയ്താലും ഞാൻ ഇത് തിന്നോണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, ഇതുപോലെ ഇങ്ങനെ കിട്ടിയതൊക്കെ തിന്നോണ്ടിരിക്കുന്ന ആരെങ്കിലും. പിന്നെ എന്റെ പാട്ട് കേട്ടിട്ടാന്ന് അറിയില്ല, ഉമ്മാക്ക് പാടണോന്നൊരാഗ്രഹം. പിന്നെ നമ്മൾ ആ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് സാധിച്ചു കൊടുക്കണല്ലോ. കുഞ്ഞാടും കൂട്ടാവും പൂമീനും പൊന്മാനും പൂങ്കുയിൽ പാടും പാട്ടും പാട്ടുപാടി ഇഷ്ടമാണെന്ന് അറിയില്ല, നമുക്ക് വിശക്കാൻ തുടങ്ങി. ഇത് നമ്മളെ വൈറ്റ് പോളാന്ന് പറയുന്ന സാധനം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ല ഗൈസ്. അങ്ങനെ അത് കൊടുത്ത് അതിന് പേരെ കെട്ട് പോയി ചാടാനായ ഒരു പഴം ഉണ്ടായിട്ട് അത് കൊടുത്ത് അതിന്റെ മേലെ പഞ്ചസാര ഇട്ട പാലും കൂടി ഒഴിച്ചിട്ട് അടിച്ച് തിന്നാൻ പോക്കും. ഞാൻ പറഞ്ഞില്ല ഗൈസ്, നമുക്ക് എന്ത് സാധനം കണ്ടാലും തിന്നാൻ തോന്നും. തിന്നുന്ന സാധനം കണ്ടാൽ മാത്രമേ വേറെ പിന്നെ എന്നാ അറിയില്ല, എന്ത് കിട്ടിയാലും നമുക്ക് ഭയങ്കര ടേസ്റ്റ് ആവുണ്ട് തന്നെ. അവൻ ഞാൻ അടിച്ച് തിന്നുന്നുണ്ട്. നമ്മൾ പിന്നെ പ്രത്യേകിച്ച് എക്സ്പ്രഷനും കാര്യമൊന്നും. പിന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് നമ്മളെ കപ്പയിലേക്ക് ഉപ്പിട്ട് നമ്മൾ പുഴുങ്ങാൻ പോക്കണം ഗൈസ്. അങ്ങനെ പുഴുങ്ങിയെടുക്കുന്ന സമയം കൊണ്ട് എനിക്ക് നേരം തേങ്ങ ചിരണ്ടും വീഡിയോ എടുക്കുമ്പോഴോ തേങ്ങ ചിരണ്ടുമ്പോഴോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ് ഗൈസ്. അതൊക്കെ റെഡി ആക്കുമ്പോഴേക്കും നമ്മൾ മരക്കേങ്ങ് വെന്ത് കെട്ടിയിട്ടുണ്ട്. അതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം ഗൈസ്. അങ്ങനെ വേറെ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മരക്കേങ്ങിന് ഇട്ടിട്ടുണ്ട് ഗൈസ്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ എന്ത് സാധനം ഉണ്ടാക്കില്ല അതിന്റെ കൈയിട്ട് നാക്കി തിന്നോക്കല എൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ്. അങ്ങനെ അത് നമ്മൾ എന്താക്കി തിന്നോക്കുന്നുണ്ട്. നല്ല ചൂട്. പിന്നെ എന്ത് സ്മെൽ അടിച്ചാൽ ഓടി വരുവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം തന്നെ ഒന്നാം പാല് എന്നൊക്കെ പറയും. എന്താണെന്ന് മര്യാദയ്ക്ക് എനിക്കറിയില്ല. ഒന്നാം പാല് എന്ന് പറയുന്ന സാധനം ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ രണ്ടാം പാല്. പിന്നെ ആദ്യം ഒഴിച്ച ഒന്നും പിന്നെ രണ്ടാമത് ഒഴിച്ച രണ്ടും തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ 2 പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് തേങ്ങാപ്പാലാണ് കേട്ടോ. പിന്നെ നമുക്ക് എന്താക്കണം, കുത്തി അതിന്റെ കുത്തലഹ കഴിക്കും ഗൈസ്. അതിനുശേഷം നമുക്ക് ഇതിനെ കാച്ചു വയ്ക്കാൻ തുടങ്ങും. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് കടുക്, കുറച്ച് കറിവേപ്പില, പിന്നെ വറ്റൽ മുളക് 2 കൂടി ഇട്ടിട്ട് നമ്മുടെ കപ്പയിലിട്ടേക്ക് ഇത് ഒഴിച്ച് കൊടുക്കും ഗൈസ്. ഇപ്പോഴത്തെ നമ്മളെ ബീഫ് നല്ല പോലെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നോമ്പ് തുറക്കേണ്ട നേരമായിട്ടുണ്ട്. എല്ലാവരും നോമ്പ് തുറക്കാൻ ഇരുന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ കപ്പ എടുത്തിട്ട് ഇരുന്നിട്ടുണ്ട്. അതായത് നമ്മളെ പാൽ കപ്പ എന്ന് പറയും, നമ്മൾ മരക്കിഴങ്ങ് എന്ന് പറയുന്ന സാധനം. പിന്നെ ടേസ്റ്റ് ഗായ്സ്, ഭയങ്കര ടേസ്റ്റ്. വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോട്ടോ. ഓക്കെ, ബൈ.